ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്നവർക്ക് ഭൂതകാലത്തിന്റെ കണക്ക് പുസ്തകങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. 2010 സുവർണ കാലഘട്ടത്തിന് ശേഷം രാജ്യാന്തര ഫുട്ബോളിൽ അത്രയധികം ഫോമിലല്ലാതിരുന്ന സ്പെയിൻ ഇത്തവണ ലോകം ഭരിക്കാൻ ഇനി ഒരൊറ്റ കടമ്പ മാത്രമാണ് അവശേഷിക്കുന്നത്. മത്സരത്തിന് മുൻപ് ഫ്രാൻസ് തങ്ങളെയാണ് ഭയക്കേണ്ടത് എന്ന് കൗമാര വിസ്മയം ലമീൻ യമാൽ പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ അതിലുണ്ടായിരുന്നത് വെറും വാക്കുകളല്ല, ആത്മവിശ്വാസത്തിന്റെ കനലായിരുന്നു. ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാതെ സെമിയിലെത്തിയ ഫ്രാൻസിനെ സ്പെയിൻ എങ്ങനെ പൂട്ടുമെന്ന് തന്നെയാണ് കായിക ലോകം ഉറ്റുനോക്കിയത്. ഫ്രാൻസിന്റെ ആക്രമണവും സ്പെയിനിന്റെ പ്രതിരോധവും തമ്മിലുള്ള പോരാട്ടം എന്നാണ് ആരാധകർ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ കളി തുടങ്ങിയതോടെ ഫ്രാൻസിന്റെ കരുത്തും പ്രതാപവും തരിപ്പണമായി. ഇതുവരെ പുറത്തുവരാത്ത അവരുടെ പോരായ്മകൾ മൈതാനത്ത് കൃത്യമായി മുഴച്ചു നിന്നു. കിരീടം ലക്ഷ്യമിട്ടെത്തിയ ഫ്രഞ്ച് പടയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ നിഷ്പ്രഭമാക്കിയത്. ടൂർണമെന്റിൽ ഉടനീളം ഉനൈ സിമോനും അദ്ദേഹത്തിന്റെ പ്രതിരോധ കോട്ടയും അത്രമേൽ ശക്തമാണെന്ന് തെളിയിച്ചതാണ്. സ്പെയിൻ നിരന്തരം മുന്നേറ്റങ്ങൾ നടത്തി ഫ്രഞ്ച് ബോക്സിനെ വിറപ്പിച്ചപ്പോൾ മറുവശത്ത് ഫ്രാൻസിനെ സ്വന്തം ബോക്സിനുള്ളിലേക്ക് പോലും കയറ്റാത്ത വിധം സ്പെയിൻ പ്രതിരോധം ശക്തമായി പൂട്ടിട്ടു. കളി 20 മിനിറ്റ് പിന്നിട്ടപ്പോൾ ഫ്രഞ്ച് ബോക്സിനുള്ളിൽ ലമീൻ യമാൽ നടത്തിയ മികച്ചൊരു മുന്നേറ്റത്തിനൊടുവിൽ ലഭിച്ച പെനാൽറ്റി 22-ാം മിനിറ്റിൽ ഓയർ സബാൽ ഫ്രഞ്ച് വലയിലേക്ക് തുളച്ചു കയറ്റി. ആ ഗോളോടെ ഫ്രാൻസിന്റെ താളം തെറ്റി. എംബാപ്പെ, ബാർക്കോളെ, ഡെംബെലെ, ഒലീസെ തുടങ്ങിയവരുടെ മികച്ച പ്രകടനം പ്രതീക്ഷിച്ച ഫ്രഞ്ച് ആരാധകർക്ക് അവരിലേക്ക് പന്തെത്താൻ വരെ ഏറെ കാത്തിരിക്കേണ്ടി വന്നു. ഈ പന്ത് കിട്ടിയാൽ തന്നെ റോഡ്രി, ലപ്പോട്ടെ, കുബാർസി, കുക്കരെല്ല, പെഡ്രോ പോറോ തുടങ്ങിയവരുടെ വാരിക്കുഴിയിൽ അവർ വീണുപോയി. 2ാം പകുതിയിൽ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ഫ്രാൻസിനെ കാത്തിരുന്നത് കടുത്ത സമ്മർദ്ദമായിരുന്നു. അങ്ങനെ 58-ാം മിനിറ്റിൽ ബോക്സിലേക്ക് ഉയർന്നു വന്ന പന്ത് ഡാനി ഓൾമോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിരോധത്തിൽ തട്ടി തെറിക്കുന്നു. കൃത്യമായ സമയത്ത് മുന്നോട്ട് ഓടിക്കയറിയ പെഡ്രോ പോറോ ആ പന്തിനെ അതിമനോഹരമായി ഫ്രഞ്ച് വലയിലെത്തിച്ചതോടെ ഫ്രാൻസിന്റെ പോരാട്ടം ആ നിമിഷം അവസാനിച്ചു. 2 ഗോളിന്റെ സമ്പൂർണ്ണ ആധിപത്യം. പിന്നീട് തോറ്റുപോയവരുടെ സമ്മർദ്ദം മാത്രമാണ് ഫ്രഞ്ച് നിരയിൽ കണ്ടത്. 88-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടുപുറത്ത് നിന്ന് ലഭിച്ച ഫ്രീ കിക്ക് പോലും എംബാപ്പെ അലക്ഷ്യമായി അടിച്ചു കളഞ്ഞു. ആരാധകർ കാത്തിരുന്ന എംബാപ്പെ മാജിക് ഒരിടത്തും കണ്ടില്ല. കടുത്ത നിരാശയോടെ ഒരു ഗോൾ പോലും തിരിച്ചടിക്കാനാവാതെ ഫ്രാൻസ് പടിയിറങ്ങി. കായിക ലോകം കാത്തിരുന്ന ഫൈനലിനെ വെല്ലുന്ന സെമി പോരാട്ടത്തിൽ ആധികാരികമായി സ്പെയിൻ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നു. ഇനി സ്പെയിനിനെ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടോ അർജന്റീനയാണ്. ടൂർണമെന്റിലെ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ ആ കടമ്പ സ്പാനിഷ് പടക്ക് കൂടുതൽ എളുപ്പമായിരിക്കുമെന്ന് വേണം കരുതാൻ. 2ാമതൊരു വിശ്വകിരീടത്തിന്റെ ചരിത്രത്തിലേക്ക് സ്പെയിനിനുള്ള ദൂരം ഇനി വളരെ അടുത്താണ്.